അഷ്ടമി രോഹിണി പിറന്നാൾ വള്ളസദ്യയ്ക്കുള്ള വിഭവങ്ങൾ ആറന്മുള ക്ഷേത്രത്തിലേക്ക് എത്തിത്തുടങ്ങി. സദ്യ ഒരുക്കുന്നതിനു വേണ്ടിയുള്ള തൈര് ചേനപ്പാടിക്കരക്കാർ ആഘോഷപൂർവ്വം എത്തിച്ചതോടെയാണ് ഒരുക്കങ്ങൾ ആരംഭിച്ചത്. ഈ മാസം 28-നാണ് ഐതിഹ്യപ്രസിദ്ധമായ അഷ്ടമി രോഹിണി വള്ളസദ്യ നടക്കുക. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരത്തിന്റെ ഓർമ്മ പുതുക്കിയാണ് ചേനപ്പാടി ദേശക്കാർ അഷ്ടമരോഹിണി വള്ളസദ്യക്കായുള്ള പാളത്തൈരുമായി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെത്തിയത്. 1001 ലിറ്റർ തൈരാണ് ക്ഷേത്രത്തിലെത്തിച്ചത്. ചേനപ്പാടി ചെറിയ മഠത്തിൽ കേളുച്ചാരുടെ വീട്ടിൽ നിന്ന് വള്ളത്തിലാണ് പണ്ടുകാലത്ത് തൈരെത്തിച്ചിരുന്നത്. പിന്നീട് ഇത് നിലച്ചു. 6 വർഷം മുമ്പാണ് ഇത് പുനരാരംഭിച്ചത്. ചേനപ്പാടി ഗ്രാമത്തിൽ നിന്നും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അവിടുത്തെ ഈശ്വരഭക്തന്മാർ പാളകളിൽ നിറച്ച തൈര് ഇവിടെ ഭഗവാന് വഴിപാടായി സമർപ്പിച്ചു പോന്നിരുന്നു. കുറേ കാലം ഇങ്ങനെ അത് നമുക്ക് തുടരാൻ സാധിച്ചില്ല. ഘോഷയാത്രയെ തൈര് കൊണ്ടുപോകുന്നവരെ പള്ളിയോട സേവാ സംഘം വഞ്ചിപ്പാട്ട് പാടി സ്വീകരിച്ചു. വള്ളസദ്യ നടക്കുന്ന 2 മാസ കാലയളവിലെ ഏറ്റവും വലിയ സദ്യയാണ് അഷ്ടമരോഹിണി ദിവസം നടക്കുക. 501 പറ അരിയുടെ ചോറാണ് അന്ന് മാത്രം ഉണ്ടാക്കുക. ഏകദേശം 1.5 ലക്ഷം ആളുകളാകും എത്തുക. എസ് ശ്യാംകുമാർ, റിപ്പോർട്ടർ, പത്തനംതിട്ട.